അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ വന്നത് സൗദിയിലെ പ്രവാസിയോട് മറ്റൊരു കാര്യം ഓർമ്മിക്കാട്ടോ. മുമ്പ് പറഞ്ഞതാണ് എന്തിനാ കാരണം, ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ സ്പോൺസർഷിപ്പ് മാറാൻ വേണ്ടി രണ്ടാളുടെ മൊസയിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതേപോലെ മൂന്നാളുടെ മൊസയിലേക്ക് മാറാൻ ശ്രമിക്കുന്നുണ്ട്. നാലാമത്തായിട്ട് മാറാൻ ശ്രമിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞു. അതിൽ എങ്ങനെ ലവി പിന്നെ മാറിന് ശേഷം വന്നവരുണ്ട് പറഞ്ഞ്, മാറാൻ നോക്കുന്നവരൊക്കെ ഉണ്ട് പറഞ്ഞ്. എനിക്ക് പറയാനുള്ളത്, ആ മോസസ ഉള്ള സ്പോൺസർക്ക് ജോലി ഗവൺമെൻറ്റിലായിക്കോട്ടെ പ്രൈവറ്റിലായിക്കോട്ടെ ജോലി ഉണ്ടാകാൻ പാടില്ല. ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ സൗദിനെ വെച്ചാലും ആ ലവി ഒഴിവായില്ല, എന്തായാലും ലവി ഉണ്ടാവും. പിന്നെ അതേപോലെ സൗദിക്ക് ജോലി ഇല്ലെങ്കിൽ മറ്റൊരു സൗദിനെ വെച്ചാൽ ലവി ഒഴിവായി കിട്ടും. ലവി എന്ന് പറഞ്ഞാൽ 100 ലവി ആയിട്ടാണ് മാറുക. പിന്നെ അതിലുള്ള എല്ലാ പോരായ്മകളും നമ്മൾ ക്ലിയർ ചെയ്താലേ അതിൽ ഇക്കാമ പുതുക്കാനും മറ്റുമൊക്കെ കഴിയുള്ളൂ. അതിൽ വേറെ ആളെ ഇക്കാമ എക്സ്പയർ ആയെങ്കിൽ ആളെ ഇക്കാമ പുതുക്കിയാലേ മറ്റൊരാൾക്ക് സ്പോൺസർഷിപ്പ് അതിൽ മാറാനും കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ഇതൊക്കെ ചോദിക്കുക. നിങ്ങൾ മാറാൻ ഉദ്ദേശിക്കുന്ന ചെറിയ മോശമുള്ള സ്പോൺസറിലേക്ക് മാറാൻ ഉദ്ദേശിക്കുമ്പോൾ അദ്ദേഹത്തിന് ജോലി ഉണ്ടോ നിങ്ങൾ ഉറപ്പ് വരുത്തുക. എന്നതിന് ശേഷം മാറുക. അല്ല, ജോലി ഉണ്ടെങ്കിൽ മാറിക്കഴിഞ്ഞാൽ ലവി എന്തായാലും വരും. അതാദ്യം ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിന് ജോലി ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. പിന്നെ അതിൽ സൗദിനെ ആഡ് ചെയ്യണം. പിന്നെ ലവി വരുമോ ഒക്കെ അറിയുന്ന ആളിലേക്ക് മാത്രം മാറുക. ഈ അറിയാത്ത ആളുകൾക്ക് മാറിയ ശേഷമാണ് ലവി എന്ന് പറയുന്നത്. ഇത് അറിയാത്ത ആളെ നിങ്ങൾ മാറാൻ ശ്രമിക്കരുത് സുഹൃത്തുക്കളെ. പിന്നെ നിങ്ങൾ അത് വന്ന് ഇത് വന്ന് തന്നെ വളരെ ടെൻഷൻ അടിക്കേണ്ടി വരും. ഓക്കെ, മറക്കേണ്ടത് സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.